ദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശൂരനാട് പോരുവഴി പെരുവിരുത്തി മലനിര ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ആരാധനാമൂർത്തി ദുര്യോധന സ്വാമിയാണ്. ഇതിനു മുമ്പും നമ്മളൊരു തവണ ഇവിടുത്തെ വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് കൂടുതലും പുറത്തെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ക്ഷേത്രത്തിനകത്തെ കുറച്ച് കാഴ്ചകൾ ഉൾപ്പെടുത്താം. ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനിര ദുര്യോധന ക്ഷേത്രം. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന കൊല്ലം ജില്ലയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം. ഇടയ്ക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി 1000-ലധികം മലനിര ക്ഷേത്രങ്ങളുണ്ട്. അതിൽ പ്രഥമ സ്ഥാനമാണ് പോരുവഴി പെരുവിരുത്തി ദുര്യോധനെ ആരാധിക്കുന്ന ഈ മലനിര ക്ഷേത്രത്തിന്. മലയുടെ മുകളിലുള്ള നട എന്നതിനാലാണ് മലനട എന്ന് പേര് വരാനുള്ള കാരണം. ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ ശ്രീകോവിലോ വിഗ്രഹങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒന്നുകൂടി ഐതിഹ്യത്തെക്കുറിച്ച് പറയാം. ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ദുര്യോധനാദികളുടെയും പാണ്ഡവരുടെയൊക്കെ പ്രിയ പെങ്ങളായ ദുഷളയെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. ദുഷളയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് കുന്നിരാടത്ത് മലനിര ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ പോരുവഴി മലനിര ക്ഷേത്രത്തിലെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലങ്ങളിലായിരുന്നു മഹാഭാരത യുദ്ധവുമൊക്കെ നടന്നത്. ആ കാലങ്ങളിൽ ഇവിടെയൊക്കെ വലിയ വന പ്രദേശങ്ങളായിരുന്നു. തമോ ഗുണ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും പേരുകേട്ട കൗരവ രാജാവായ ദുര്യോധനൻ വനവാസകാലത്തിലായിരുന്ന പാണ്ഡവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തെക്കുള്ള വനങ്ങളിലൂടെ ഏറെ സഞ്ചരിച്ച് ദുര്യോധനനും മറ്റു സഹോദരങ്ങളും ഇവിടെ മലനിര കുന്നിലെത്തുകയുണ്ടായി. അങ്ങനെ പാണ്ഡവരെ തേടി ഒരുപാട് അലങ്ങി ഈ പ്രദേശത്തെത്തിയ ദുര്യോധനൻ വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം ദാഹത്താൽ മലനിരയുടെ വടക്ക് പടിഞ്ഞാറ് വശത്തുള്ള അടുത്തുള്ള ഒരു വീട്ടിൽ പോയി കുടിവെള്ളം, ദാഹജലം ചോദിച്ചു. കടുത്തോമശ്ശേരി കൊട്ടാരമായിരുന്നു അത്. അവിടെയാണ് മലനിര അപ്പൂപ്പൻ താമസിച്ചിരുന്നത്. ദാഹിച്ച് ക്ഷീണിച്ച് അവിടെ എത്തിയ രാജാവിന് വൃദ്ധയായ ഒരു സ്ത്രീ ബഹുമാന സൂചകമായി തന്നെ മധുചഷകം, കള്ള് കുടിക്കുവാൻ നൽകി. രാജാവ് ആ പാനീയം വളരെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി കുടിച്ചു. ഇവിടെയാണ് സ്വർണ്ണക്കൊടി പൂട്ടി സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്. ശുദ്ധമായ സ്വർണ്ണത്താൽ നിർമ്മിച്ച ഇത് മികച്ച ഒരു കലാസൃഷ്ടിയുടെ പ്രതീകമാണ്. സ്വർണ്ണക്കൊടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊടിയേറ്റ് ദിനത്തിലും മഹോത്സവ ദിനത്തിലുമൊക്കെ മാത്രമേ നമുക്ക് സ്വർണ്ണക്കൊടി ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എത്തി സ്വർണ്ണക്കൊടി ദർശിച്ചാൽ വീട്ടിലേക്ക് നന്മയും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് വിശ്വാസം. അപ്പോൾ ഐതിഹ്യത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് വരാം. അങ്ങനെ കടുത്താമശ്ശേരി മനയിലെത്തിയ ദുര്യോധന രാജാവ് തൻ്റെ തീരുവോളം ദാഹജലം സേവിച്ചു. അന്ന് കാലങ്ങളിൽ തൊട്ടുകൂടായ്മയും ജാതി, കീഴ്ജാതി, മേൽജാതി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു കാലമായിരുന്നു. തൻ്റെ ദാഹം അകറ്റിയതിനു ശേഷം ആണ് ദുര്യോധനൻ ആ സ്ത്രീയുടെ കഴുത്തിലെ കുറത്താലി ശ്രദ്ധിച്ചത്. ഇത് കണ്ട ദുര്യോധനൻ അദ്ദേഹത്തെ സ്വയം ആശ്വസിപ്പിക്കുകയും തന്നെയുമല്ല ആ വൃദ്ധ സ്ത്രീ മാനുഷിക കഴിവുള്ള ഒരു സിദ്ധയാണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളുടെ ദിവ്യത്വത്തെ വിലമതിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ദുര്യോധനൻ തൻ്റെ രാജധർമ്മത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഈ കുന്നിൽ വന്നിരുന്ന് ശിവനെ ആരാധിച്ചു. തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി പ്രാർത്ഥിച്ചു. ഒരു ദാനധർമ്മമായി 100 കണക്കിന് ഏക്കർ കൃഷിഭൂമിയും നെൽവയലുകളും അദ്ദേഹം ദേവസ്ഥാനത്തിന് സൗജന്യമായി നൽകി. ഇതാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. പവനവും പൊറ്റിടനെ കണ്ണിൻ മുന്നിൽ തെളിഞ്ഞിടും ദൈവേ, മണ്ണിനുടയവനായിന്നു സർവ്വതും രക്ഷിച്ചു കൊള്ളുന്ന ദൈവേ. മലനടയിലെ അപ്പൂപ്പ നീ കാത്തിടണേ, മലനടയിലെ അപ്പൂപ്പ നീ കാത്തിടണേ. മണ്ണും പവനവും പൊറ്റിടനെ കണ്ണിൻ മുന്നിൽ തെളിഞ്ഞിടും ദൈവേ, മണ്ണിനുടയവനായിന്നു സർവ്വതും രക്ഷിച്ചു കൊള്ളുന്ന ദൈവേ. കൗരവമൂപ്പന ദൈവേ, കൗരവമൂപ്പന ദൈവേ, പൊന്നപ്പൂപ്പനെ എൻ്റെ ദൈവേ. മലയപ്പൂപ്പ ശരണം, രാമെല്ലാം നീ
പോലെ എൻ്റെ ദൈവേ നല്ല നേരം ഇപ്പോൾ ദീപാരാധന സമയമാണ്. അപ്പോൾ മലനടയിലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹായ്. അതുപോലെ വളരെ മനോഹരമായ നെൽപ്പാടങ്ങളാണിത്. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹായ്. നേരം പോലെ എൻ്റെ ദൈവേ നല്ല നേരം പോലെത്തുന്ന ദൈവേ